ഹരപ്പൻ പോർട്ട് ടൗൺ എന്നാണ് പറയുന്നത് തന്നെ ലോത്തലിനെ. അപ്പൊ ഈ പോർട്ട് ടൗൺ എന്ന് പറയുമ്പോൾ ചെറിയ കപ്പലുകൾ വരാനും കാര്യങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് കണ്ടില്ലേ, ഇത് 2500 BC കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ക് യാർഡാണ്. ഇതിപ്പോ മണ്ണ് കയറി സിൽറ്റെല്ലാം കയറി ഇങ്ങനെ അടഞ്ഞ് ഒരുപാട് നികന്നത് പോലെ കിടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊരു കാലത്ത് ഇത് ഇവരുടെ ഡോക്ക് യാർഡായിരുന്നു. ഇവിടെയാണ് ചെറിയ ചെറിയ കപ്പലുകൾ വരികയും ചെറിയ ചെറിയ ബോട്ട്സ് വന്ന് സാധനങ്ങളൊക്കെ കയറ്റി വലിയ നദിയിലേക്ക് പോവുകയും അവിടെ നിന്നും ഗൾഫ് ഓഫ് ക്യാമ്പയിലേക്ക് പോവുകയും ചെയ്യും, വലിയ ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറുകയായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക സയന്റിഫിക് രീതിയിൽ തന്നെയാണ് ഇവർ പണിതിരിക്കുന്നത്. ബേൺഡ് ബ്രിക്ക് വെച്ചിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ ചുടുകട്ടയില്ലേ അതേ സാധനം വെച്ചിട്ട് തന്നെയാണ് ഇവർ പണിതിരിക്കുന്നത്. വളരെ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡോക്ക് യാർഡാണിത്. ഇതിൽ വാട്ടർ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഫ്ലഡിന്റെ ത്രസ്റ്റ്, അതായത് വെള്ളം പുറത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ വരുന്നത് തടയാനും വാട്ടർ ഫ്ലോ തിരിച്ച് സുഗമമായിട്ടും തിരിച്ച് ആ റിവർ ഭാഗത്തേക്ക് പോകാനും ഒക്കെ ഉള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ വളരെ ഷാലോ ആയിട്ട് കിടക്കും. പക്ഷേ ഇത് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് പോലും ഇതിങ്ങനെ കുഴിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് 12 അടിയോളം താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഉപ്പുവെള്ളമാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു ആ ഒരു ഭാഗം. പക്ഷെ അതിനെക്കാട്ടിലും ഡീപ്പായിരുന്നിരിക്കണം ഈ ഒരു ഡോക്ക് യാർഡ്, ആ ഒരു കാലത്തെ ഡോക്ക്. അപ്പോൾ ശരിക്കും കപ്പലുകൾ വന്നു പോയിരുന്നതുകൊണ്ട് ചെറിയ ചെറിയ കപ്പലുകൾ വന്നു പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ട്രേഡ് കാര്യങ്ങൾ, പിന്നെ മെസ്സപ്പൊട്ടാമിയ, ഈജിപ്തിലെ മെസ്സപ്പൊട്ടാമിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപാര ബന്ധങ്ങൾ ഈ ഭാഗത്ത് താമസിച്ചിരുന്ന ജനങ്ങൾക്ക്, ഈ ലോത്തലിലെ ഇൻഹാബിറ്റൻസിന് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ 2500 BC-യിലൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സംസ്ഥാനം. ലോത്തലിലെ ഈ ഹരപ്പൻ സൈറ്റ് ശരിക്കും പറഞ്ഞാൽ 3 ലെവലിലാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് പറയുന്നു. അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗം സിറ്റാഡൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ സിവിലൈസേഷന്റെ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ നേതാവ്, അവരുടെ കിങ് ആകാം, അവരുടെ ഹെഡ് ആകാം, ചീഫ് ആകാം, അദ്ദേഹത്തിന്റെ പാലസും അദ്ദേഹം താമസിക്കുന്ന വീടും ഒക്കെ സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ്. അതിന് പറയുന്നത് ആക്രോപോളിസ് എന്ന് പറയും ആ ഭാഗം. പിന്നെ ലോവർ ടൗൺ ആണ്. ലോവർ ടൗൺ തന്നെ 2 കാറ്റഗറിയാണ്. അതായത് ആർട്ടിഷ്യൻസ്, ട്രേഡേഴ്സ് ഒക്കെ താമസിച്ചിരുന്ന ഒരു ഭാഗം, പിന്നെ സാധാരണ ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സ്. അപ്പോൾ ഇങ്ങനെ ലോവർ സിറ്റിയും അപ്പർ സിറ്റിയും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കയറി ആ സിറ്റാഡലൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ബാക്കിയുള്ള സ്ട്രക്ചറിന്റെ കാര്യമാണ് പറയുന്നത്, വെയർ ഹൗസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ റിമൈൻസ് ആണ് ഇവിടെ കാണുന്നത്, അതിന്റെ ബേസ്മെന്റും കാര്യങ്ങളും. വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡോക്ക് യാർഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, അപ്പോൾ ട്രേഡ് റൂട്ടാണല്ലോ ഇത്. ഇപ്പോൾ ട്രേഡ് റിലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന സാധനങ്ങൾ കയറ്റി ഇറക്കാനും വയ്ക്കാനുമായിട്ടുള്ള വെയർ ഹൗസ് കോംപ്ലക്സ് അതിന്റെ ഭാഗമായിരുന്നു ഈ ഭാഗം. ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ കാണുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ കോമൺ ബാത്റൂംസിന്റെ ആണെന്നാണ് പറയുന്നത്. ഇവർക്കൊരു നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഭയങ്കര ഒരു വെൽ പ്ലാൻഡ് സിറ്റി പോലെയാണ്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഹരപ്പൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ എക്സ്കവേറ്റഡ് സൈറ്റ്സിലും ഇതെല്ലാം ദൃശ്യമാണ്. അതായത് നല്ല വെൽ പ്ലാൻഡ് സിറ്റീസ്, ബേൺഡ് ബ്രിക്ക് കൊണ്ടുള്ള, അതായത് നല്ല സാധാരണ ചുടുകട്ട കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ, പിന്നെ നല്ല ഡ്രെയിനേജ് സിസ്റ്റം, അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കോമൺ ബാത്റൂം ആയിരുന്ന ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നല്ല ഒന്നാന്തരം ഡ്രെയിനേജ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ താഴെ കൂടി. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പോലും ചില സ്ഥലങ്ങളിലൊന്നും നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഒന്നുമില്ല. ഇപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് ഡ്രെയിനേജ് വെള്ളം പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ, ഡ്രെയിൻ ഔട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നീറ്റായിട്ട്. പിന്നെ വാട്ടർ സ്റ്റോറേജിന് കണ്ടില്ലേ, മട്ക, ഒരു കുടം വെച്ചിട്ട് അതിനകത്താണ് വെള്ളം സ്റ്റോർ ചെയ്ത്. ഇവരുടെ സ്റ്റോറേജ് ടാങ്ക് ആയിരുന്നിരിക്കണം ഈ കോമൺ ബാത്റൂം ഏരിയയുടെയും ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെയൊക്കെ ഭാഗമായി. ശരിക്കും ആ റേസ്ഡ് പ്ലാറ്റ്ഫോം ഏരിയ, സിറ്റാഡൽ, ആക്രോപോളിസ് എന്ന് പറയുന്ന ഇവരുടെ ഹരപ്പൻ കൾച്ചർ, ഈ ലോത്തലിലുണ്ടായിരുന്ന ജനങ്ങളുടെ ചീഫ് താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇവിടെയും നല്ല ഡ്രെയിനേജ് സിസ്റ്റം, മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കൂടാണ്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള വെൽ
കിണറായിരുന്നു ഇത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. പക്ഷേ ഇതായിരുന്നു ആ കാലത്ത് ഇവർക്ക് വെള്ളം സപ്ലൈ ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കിണർ. സിറ്റാഡൽ ഭാഗം അല്ലെങ്കിൽ അക്രോപോളിസിന്റെ ഭാഗം അല്ലേ, ഒരുപാട് സ്ഥലമുണ്ട്. ഇതാണ് ഏറ്റവും എലിവേറ്റഡ് ആയിട്ട് ഏറ്റവും പൊക്കമുള്ള ഭാഗത്താണ് ചീഫിന്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊട്ടാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിനോട് ചുറ്റുമാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ, അല്ലാതെ ഇതിനും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് വെറും ബേസ്മെന്റ് മാത്രമാണ്. ഇത് എന്തൊരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നിരിക്കും ഇവിടെ. പക്ഷെ ഇതെല്ലാം ബേൺഡ് ബ്രിക്സ്, അതായത് നമ്മുടെ ചുടുകട്ട ഉപയോഗിച്ച് തന്നെയാണ് പണിത്. ഡോക്ടർ SR റാവു എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ശരിക്കും 1955 കാലഘട്ടത്തിൽ ഏതാണ്ട് 1956 ഒക്കെ ആയപ്പോഴേക്കും ഇത് അൺഎർത്ത് ചെയ്ത് കഴിഞ്ഞു, എക്സ്കവേറ്റ് ചെയ്ത് ഈ സൈറ്റ് പുറം ലോകത്തിനെ അറിയിച്ചു. ഇതെല്ലാം മണ്ണിനടിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഴിച്ചെടുത്തതാണ് സത്യം പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ കുഴിച്ചെടുക്കും തോറും എക്സ്കവേറ്റ് ചെയ്യും തോറും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നത് അല്ലേ. ഇതെല്ലാം ഈ ഭാഗം മുഴുവൻ അക്രോപോളിസ് ഏരിയ, ഇവിടുത്തെ ചീഫിന്റെ പാലസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലൊക്കെ ആയിരുന്നു ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ബീഡ്സ് എന്ന് പറയുമ്പോൾ പലതരം പ്രഷ്യസ്, സെമി പ്രഷ്യസ് മാലകൾ, കല്ലുകൾ ഒക്കെ ഇവിടെ നിന്നും എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു. പിന്നെ ഐവറി വർക്ക്, ഇങ്ങനെ ഒരുപാട് ടെറാക്കോട്ട ഫിഗേഴ്സ്, ഇതെല്ലാം ഇവർ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതായത് കുഞ്ഞു ഫിഗേഴ്സൊക്കെ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കിയ ആനിമൽസിന്റെ ഫിഗർ, ഹോസ്, കുതിരയുടെ വരെ ഉണ്ടായിരുന്നു. കുതിര, പലതരം ഓക്സ്, പിന്നെ ഹംഡ് ബുൾ, അതായത് ഇങ്ങനെ അറിയാലോ കാള, ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു വലിയൊരു ഹമ്പുള്ള ബുള്ള്, അങ്ങനെ ഒരുപാട് പട്ടി, പിന്നെ പലതരം നായ്ക്കൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും പിഗ്, പന്നി, ഇതിൻ്റെ എല്ലാ ഫിഗേഴ്സ് ഇവരെ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ഈ പറഞ്ഞ ആനിമൽസിനെ എല്ലാം അറിയാമായിരുന്നു. ഒരു പക്ഷേ ഇവരെല്ലാം അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു, അത് വളർത്തിയിരുന്നു. ഇവിടുന്ന് ഒരു ഹോസിന്റെ സ്കെലിറ്റൻ വരെ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ബീഡ് മേക്കിംഗ്, പിന്നെ ധാരാളം മാലകൾ, കമ്മൽ, വള, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്നെല്ലാം എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. ഈ പരിസരത്തു നിന്ന് കിട്ടിയ എല്ലാ ഒബ്ജക്ട്സും ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബീഡ് മേക്കിംഗ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഭാഗം കാണിച്ചല്ലോ. അവിടെ ഇരുന്നാണ് പലതരം ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബീഡ്സിനൊക്കെ ചെറിയ തീയുടെയൊക്കെ ആവശ്യമുണ്ട്, അതിങ്ങനെ ഉരുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അന്നേരം അതിനാവശ്യമുള്ള ഫേണസ്, തീയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരുന്ന ഭാഗമാണിത്. ഇതായിരുന്നു അവിടുത്തെ ഫേണസ് ഏരിയ. അപ്പോൾ അതും ഇതുമെല്ലാം ഒന്നിച്ച് കിടക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇത് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ പല ഭാഗത്തായിട്ട് കുറച്ച് ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇൻഡിക്കേഷൻ തരുന്നത്. നമുക്കല്ലെങ്കിൽ അറിയാൻ പറ്റില്ല എന്താണ് ഏതാണെന്നൊന്നും. എല്ലാം കുറച്ച് കല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കാണുന്നു, പിന്നെ ബേൺ ബ്രിക്കിന്റെ. പക്ഷെ ഇവിടെ ഈ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് സെമെട്രി, പിന്നെ അങ്ങോട്ട് ലോവർ ടൗൺ. ലോവർ ടൗൺ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം. അപ്പർ ടൗൺ എന്ന് പറഞ്ഞാൽ സിറ്റാഡൽ ഭാഗത്ത് രാജാവ് ജീവിച്ചിരുന്നു. ജനങ്ങൾ ജീവിച്ചിരുന്ന ലോവർ ടൗണിലാണ്. പിന്നെ സിമെട്രി ഈ ഭാഗത്താണ്. സിമെട്രി പക്ഷേ ഇപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്തിരിക്കുകയാണ്, അവിടെ ഇപ്പോൾ ഒന്നുമില്ല. കാര്യം അതെല്ലാം എക്സ്കവേറ്റ് ചെയ്ത് സ്കെലിറ്റൻസ്, ഇത് ബറിയൽ സൈറ്റിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞു, അതെല്ലാം മ്യൂസിയത്തുണ്ട്. ഏറ്റവും വലിയ വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ അവരൊരു പെക്യൂലിയാരിറ്റി ആയിട്ട് ഇപ്പം ആ എക്സ്കവേഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, 2 ആൾക്കാരെ ഒന്നിച്ച് അടക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. 2 സ്കെലിറ്റൻസ് ഒന്നിച്ച് ഒരു കുഴിമാടത്തിൽ നിന്നും കിട്ടിയ ഭാഗവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 20ഓളം ബറിയൽ സൈറ്റ്സ് ഇവരിവിടുന്ന് കുഴിച്ചെടുത്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇത്രയും ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അത്രയും കുറവാണല്ലോ സത്യത്തിൽ. അതിൽ അപ്പോൾ ഇവർക്ക് വേറെ മോഡ് ഓഫ് ക്രിമിയേഷനോ കത്തിച്ച് കളയുന്ന സമ്പ്രദായമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ ബറിയൽ സൈറ്റ്സ് കിട്ടി. അപ്പം ഒരാളെ മരിച്ചു കഴിയുമ്പോൾ ശവം അടക്കുമ്പോൾ കൂട്ടത്തിൽ ഓർണമെന്റ്സ്, പല കാര്യങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കൂട്ടത്തിൽ വെച്ചിട്ട് അടക്കാറുണ്ടായിരുന്നു എന്നും ചില സൂചനകൾ കിട്ടുന്നുണ്ട്. പിന്നെ ചില ഡെഡ് ബോഡീസിൽ നിന്ന് ഫുൾ ഓർണമെന്റ്സും കിട്ടാറുണ്ട് ഈ സ്കെലിറ്റൻസിൽ നിന്നും. ഇതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു ഈ നല എന്ന് പറയുമ്പോൾ റിവറിന്റെ ഭാഗം. അപ്പോൾ ഈ സബർമതി നദിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കയറി കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഇവിടെ വന്ന് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത്. ഇവരെന്തുകൊണ്ട് ഈ ഭാഗം സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഭാഗമായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം നല്ല കോട്ടൺ എന്ന് പറയുമ്പോൾ പഞ്ഞിയുടെ കൃഷി ധാരാളമായിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഗോതമ്പ്, അരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്ന പ്രദേശം, അങ്ങനെ ഭയങ്കര ഫെർട്ടൈൽ. പിന്നെ ഓവർസീസ് ട്രേഡ്, ഇങ്ങനെ ഒരു ഡോക്കും ഒരു ഡോക്യാർഡൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, ഒരു പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം.
പുറം രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നടത്താൻ പറ്റുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ ഒരു സിവിലൈസേഷൻ പടുത്തുയർത്തിയത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമല്ലേ വാസ്തവത്തിൽ. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു. ഇവിടെ ഇതിപ്പോ കാണുന്ന കുറെ മുൾച്ചെടികളും കാട് പിടിച്ചു കിടക്കുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ റിവറിന്റെ ഭാഗമൊക്കെ എവിടെ പോയി ഒന്നും കാണുന്നില്ല. ഇപ്പൊ അത് മുഴുവൻ കൃഷി സ്ഥലങ്ങൾ മാത്രമായി മാറിയിരിക്കണം. ആ പ്രദേശമെല്ലാം വയലുകൾ മാത്രം. അപ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം ഡ്രൈഡപ്പായി. ശരിക്കും അന്നതൊരു നല്ല ഒരു സ്ഥലമായിരുന്നു. റിവറിന്റെ ഭാഗമായിരുന്നു, നദിയുടെ ഭാഗം, നദി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ധാരാളമായിട്ട്. കപ്പൽ വരെ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു. ഗൾഫ് ഓഫ് ക്യാമ്പയുമായിട്ടൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഈ വെള്ളം ചെന്ന് അവസാനിക്കുന്നത്, ഈ വെള്ളത്തിന്റെ ഫ്ലോ ചെന്ന് അവസാനിക്കുന്നത് ഗൾഫ് ഓഫ് ക്യാമ്പയിലായിരുന്നു, കടലിൽ, അറേബ്യൻ സീയുമായി ബന്ധപ്പെടുത്തി. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അതെല്ലാം പോയി. അത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം, ജോഗ്രാഫിക്കൽ ചേഞ്ചസ്, ഭൂകമ്പം, ഭൂമികുലുക്കം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് ബാധകമായിട്ട് വരും. അങ്ങനെ വെള്ളം കുറേശ്ശെ ഡ്രൈഡപ്പായി. ഇതുവഴി പോകുന്ന ആ നദിയുടെ സ്രോതസ് ഇങ്ങനെ വറ്റി വരണ്ടു പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ വയൽ പ്രദേശമായി മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെല്ലാം നഷ്ടമായി. ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ ഇതൊരു സിവിലൈസേഷൻ. ഇതിപ്പോൾ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് മാത്രമാണ്. ഇതുപോലെ നമ്മളെപ്പോലെ സന്ദർശകർ കച്ചിന്റെ ഭാഗത്തുള്ള ഡോലാവിറ എന്ന് പറയുന്ന ആ ആർക്കിയോളജിക്കൽ സൈറ്റ്, ഈ ഹരപ്പൻ കൾച്ചറിന്റെ തന്നെ അത് കുറച്ചുകൂടി വലിയൊരു സൈറ്റാണ്. അവിടുത്തെ ബിൽഡിംഗ്സ് എല്ലാം ഇതിലും കൂടുതൽ വലുതായിരുന്നു. കുറച്ചുകൂടെ വലിയൊരു സിവിലൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ, കൂടുതൽ ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ലോത്തൽ കുറച്ചുകൂടി സ്മോളറാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നിടത്തോളം അത് കുറച്ച് ചെറുതാണ്. കാര്യം അത്രയും റിമൈൻസേ വന്നിട്ടുള്ളൂ. പക്ഷെ എന്തായാലും ഇവിടം വരെ വന്നതിൽ ഒരു നഷ്ടവുമില്ല. നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് ഒരു 80 കിലോമീറ്റർ വരെ സഞ്ചരിച്ചിട്ടുള്ളൂ. അത്ര ഈസി ആയിട്ട് നമുക്ക് വന്നു പോകാം. 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി ഈ ലോകത്തിൽ വരാൻ സാധിക്കും. അപ്പം ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ്സിനെ കുറിച്ചും അതൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ലോത്തൽ. നമ്മളിങ്ങനെ ഹിസ്റ്ററി പുസ്തകങ്ങളിലല്ലേ പഠിച്ചിട്ടുള്ളൂ. സ്കൂൾ ഡേയ്സിൽ തന്നെ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് പീരിയഡ്, ഋഗ്വേദിക് പീരിയഡ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ. അപ്പം നമ്മളിങ്ങനെ പഠിക്കും ദ്രവീഡിയൻ കൾച്ചറായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ഇതായിരുന്നു. അവർ കുറേ ടെറാക്കോട്ട സീൽസ് ഉണ്ടായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഹരപ്പൻ സ്ക്രിപ്റ്റ്, അവർക്ക് സ്വന്തം ലിപികൾ, ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അവരുടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇയറിങ്സ്, കമ്മല്, മാലയിടും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അതേ സൈറ്റിൽ വന്നിട്ട് അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന സ്ഥലത്ത് വന്നിട്ട് നേരിട്ട് കാണാൻ സാധിക്കുക എന്നൊക്കെ പറയും. അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ അവരിവിടെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ഫീലാണ് വാസ്തവത്തിൽ. അവരെല്ലാം ജീവിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയെന്നുള്ളത് എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. അത് കാര്യം ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാഴ്ചകൾ തന്നെയാണ്. തിരിച്ചിനി മടക്കയാത്ര അഹമ്മദാബാദിലേക്ക് തന്നെ.